ഹായ്, കുറേ ദിവസമായി നമ്മളൊരു ജനറൽ വീഡിയോ ആയിട്ട് കണ്ടിട്ട് ഇന്ന് നമ്മൾ മാസ്റ്റർ പ്രൊജക്റ്റിൻ്റെ വിന്നേഴ്സ് അനൗൺസ്മെൻ്റ് ആണ്. അതിനുവേണ്ടി ഒന്നാണ്. കുറേ ദിവസമായി ഓൾറെഡി വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ശേഷം 1 മന്തായി. നമ്മൾ ഇതിനിടയ്ക്ക് SPS ബാച്ച് എക്സ്പാൻഷൻ, അതായത് കൊച്ചിയിലോട്ട് എക്സ്പാൻഷനും അതിൻ്റെ പരിപാടിയിലൊക്കെ തിരക്കിലായിപ്പോയി. പിന്നെ ഡാറ്റ സെക്ഷൻ്റെ സീരീസ് നടത്തായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓൾറെഡി വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. ഈ 10 പേർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന 10 പേർക്കും നമ്മൾ ജോബാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോബ് ഹെൽപ്പ് ചെയ്യുക, അവരെ 3 മാസത്തിനുള്ളിൽ ജോബിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഹെൽപ്പ് കൊടുക്കുക. അത് ഇന്ത്യയിലുള്ളവർക്കാണ് ഹെൽപ്പ് കൊടുക്കുക. ഇന്ത്യയിലുള്ള ജോബുകൾക്കാണ്, നമുക്ക് പുറത്തോട്ട് വലിയ ആക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് പുറത്തോട്ടുള്ള ജോബുകളൊന്നും നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. ഇന്ത്യയിൽ നമ്മൾ നല്ലൊരു സാലറി ജോബ് അച്ചീവ് ചെയ്യാൻ ഇവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. 100 സീറ്റ്സ് ആയിരുന്നു നമ്മൾ മാസ്റ്റർ പ്രോജക്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 100 പേർക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളായിരുന്നു. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഒരു സെപ്പറേറ്റ് ഗൈഡ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റഡ് സീറ്റ്സ് വെച്ചിട്ടുള്ളായിരുന്നു. അതിൽ 100 സീറ്റ്സിന് ശേഷം 35 സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. 35ഓളം പേര് നോഡ് JSന്റെ രണ്ടാമതൊരു പ്രോജക്റ്റും കൂടെ നമ്മൾ വഴി ചെയ്തു. വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് വെച്ചാൽ അത്രയും പേര് സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റും കൂടെ ചെയ്യുക, നമ്മുടെ സീരീസിന് പുറമേ ഒരു പ്രൊജക്റ്റും കൂടെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവരെ റെസ്യൂം റിച്ച് ആവാണ്. അതിന് പുറമെ കുറേ ആൾക്കാർ പകുതി ഒരു 3/4ഓളം ചെയ്തിട്ടൊക്കെ പുറത്തായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെയ്യാതിരുന്ന ആൾക്കാരുണ്ട്, കുറച്ച് മടിയൊക്കെ പിടിച്ചു. പിന്നെ കുറേ ആൾക്കാർ നല്ല മടിയന്മാരായിരുന്നു, ചേർന്ന് ആ ഒരു ഇൻട്രസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലില്ലായിരുന്നു. അപ്പോൾ ഇനിയും മാസ്റ്റർ പ്രോജക്റ്റുകൾ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും മാസ്റ്റർ പ്രോജക്റ്റുകൾ അടുത്ത് ഹോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ പൈത്തൺ ജാങ്കോ കഴിഞ്ഞിട്ടും അതേപോലെ ഫ്ലട്ടർ കഴിയുമ്പോഴൊക്കെ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ പ്രോജക്റ്റ് കൂടി നിങ്ങൾക്ക് ചെയ്യാനും അതൊരു ഗൈഡിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സപ്പോർട്ടും അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ 10 പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ വൈശാഖാണ്. വൈശാഖ് കെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള പ്രൊജക്റ്റാണ് ആൾ ചെയ്തത്. പിന്നെ മുഹമ്മദ് സമീർ എന്നുള്ള ആളാണ് രണ്ടാമത്. ആൾ ക്ലിനിക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ചെയ്തത്. മൂന്നാമത്തത് ആനിൻ അർഫാത്ത്, അയാൾ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ഫോർ ഹോം ബേക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയത്. അതേപോലെ അജയ് ഡാനിയൽ പ്രവോർ ആണ് നാലാമത്തെ ആൾ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ചെയ്തത്. പിന്നെ റിയ റഹീം ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ഫോർ ഹോം മേക്കേഴ്സ് ഈ പ്രൊജക്റ്റാണ് ചെയ്തത്. അമ്മർ അബ്ദുൽ അസീസ് അവർ ക്ലിനിക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ചെയ്തത്. അതുപോലെ ആദർശ് സത്യൻ അവർ ചെയ്തത് ജോബ് പോർട്ടലാണ്. പിന്നെ ഫൈസൽ KT അവർ ചെയ്ത് ഗ്രോസറി ഡെലിവറി സിസ്റ്റം. അതുപോലെ മുകേഷും ഗ്രോസറി ഡെലിവറി സിസ്റ്റമാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് അജു അലക്സ് ഹോട്ടൽ റൂം ബുക്കിംഗ് സിസ്റ്റം. ഈ 10 പേരാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവരാണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് കണ്ടന്റിനോടും കൂടിയും കുറച്ചുകൂടി എന്താ പറയുക ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ മറ്റ് ഗൈഡുകളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് 10 പേരെ സെലക്ട് ചെയ്താണ്. അപ്പോൾ ഈ 10 പേർക്കാണ് നമ്മൾ ജോബിനുള്ള എല്ലാ സപ്പോർട്ടും ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഇപ്പോൾ സിയാഫിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ജോബിൻ്റെ അടുത്ത ഒരു 3 മാസത്തോളം ജോബിലോട്ട് എൻ്റർ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും മേടിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ പ്രോജക്റ്റ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുത്തിട്ട് ജോബ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ത്രൂ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കട്ടെ. വെച്ചാൽ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം വരുന്ന അപ്പോഴാണ്. നമ്മൾ വഴി, നമ്മളെ ട്യൂട്ടോറിയൽ വഴി അല്ലെങ്കിൽ നമ്മളൊരു സീരീസ് വഴി, നമ്മളൊരു പ്രോഗ്രാം വഴി ഒരാൾക്ക് ജോബ് കിട്ടുക, അവരൊരു കുടുംബം രക്ഷപ്പെടുക, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ടീമിന് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കുക. നമ്മൾ ഏതെങ്കിലും ടീം മെമ്പേഴ്സിനെ, ഇപ്പോൾ നമ്മളെല്ലാ യൂട്യൂബിൻ്റെ താഴെ മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്, അതിലൊക്കെ കോൺടാക്ട് ചെയ്യും. എന്നിട്ടൊന്ന് അറിയിക്കുക. ആ സന്തോഷം നമ്മൾ കൂടി ഷെയർ ചെയ്യും. എന്നിട്ട് ട്രീറ്റുമായിട്ട് നേരെ കാലിക്കട്ടോ കൊച്ചി ഓഫീസിലോട്ട് പോകാം. അതുപോലെ നമ്മുടെ ഫൈസലിൻ്റെ പുതിയ പ്രൊഡക്റ്റ്, ഫൈസലും റിയാസും നമ്മുടെ ഷിംനയും കൂടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒരു കമ്പനി ഹോസ്റ്റ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർഗ്രാം എന്നുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊരു നിങ്ങൾക്കൊരു വീഡിയോ മെസ്സേജ് സെൻഡ് ചെയ്യാനും അവർക്ക് അതിന് റിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ പെയ്ഡ് സർവീസാണ്, പക്ഷേ വളരെ കുറഞ്ഞ കോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് സെലിബ്രിറ്റീസിലുള്ള പ്രോബ്ലം വെച്ചാൽ അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ലിങ്ക്ഡിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവരെന്നെ റിപ്ലൈ ചെയ്തോളണമെന്നില്ല. മിക്കവാറും അവരുടെ ടീമൊക്കെ ആയിരിക്കും റിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യേണ്ട ചിലപ്പോൾ ചിലവർക്ക് അത്യാവശ്യമായിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിഷ് പറയാൻ പറയാം എന്ന ആൾക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ണറിന് വിഷ് പറയാൻ പറയാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിഷൊക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഇവരോട് റിക്വസ്റ്റ് ചെയ്യുക, വീഡിയോ റിക്വസ്റ്റ് ആയിട്ട്. അപ്പോൾ അവർ തിരിച്ച് വീഡിയോ റെസ്പോണ്ട് ആയിട്ട് അവരും തരും. അപ്പോൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ അത് റിക്വസ്റ്റ് ചെയ്യാമെന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റിയ പ്ലാറ്റ്ഫോമാണ് സ്റ്റാർഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന് പുറമെ ഞാനുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ കരിയർ ഓറിയൻ്റായിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മെസ്സേജ് ആയിട്ട് അയക്കാം. അതേപോലെ തിരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യും.
അപ്പോൾ അതിലോട്ട് നിങ്ങളും മെസ്സേജ് അയക്കുക, ജോയിൻ ചെയ്യുക. നമ്മുടെ ഫൈസലിൻ്റെയും റിയാസ്, നമ്മുടെ ഷിംന ടീമിനെയും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്ന് വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാനോ നമുക്ക് ലൈക്ക് ചെയ്യാനോ നമുക്ക് ഷെയർ ചെയ്യാനോ മറക്കരുത് നമ്മുടെ വീഡിയോസ്. അതും അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. അതുപോലെ നമ്മുടെ അമീറിൻ്റെ നമ്പർ ഇവിടെ കാണിച്ചിട്ടില്ല. ഈ നമ്പറിലോട്ട് നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്ലേസും സെൻഡ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, അമീർ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും യൂസ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ആ നമ്പർ സേവ് ചെയ്യണം. നിങ്ങൾ സേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് വരുള്ളൂ. സോ നമ്പർ സേവ് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്ലേസും അതിലോട്ട് മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു കാര്യം, എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ സപ്പോർട്ടിന് 6 months ആക്കിയത് ടൈറ്റ് ആക്കിയിട്ട് 6 മാസം കൊണ്ട് ഒരു സ്കിൽ അച്ചീവ് ചെയ്ത് വേഗം ജോബിലോട്ട് കയറാനാണ്. വേഗം എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക. നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേഗം കരിയർ ഗ്രോ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീമിൻ്റെ അടുത്ത് മേടിക്കുക.